ഇരുമ്പിപ്പുളി ചേർത്ത മത്തി മുളക് കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ മത്തിയാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കുറച്ച് ഉലുവ ചേർത്ത് ഉലുവ പൊട്ടി കഴിയുമ്പോൾ മറ്റുള്ളതൊക്കെ ചേർക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുത്. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഒക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഇരുമ്പിപ്പുളിയാണ്. ഇരുമ്പിപ്പുളി നീളത്തിൽ കഷ്ണാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുക. ഇരുമ്പിപ്പുളി മാത്രമാണ് പുളിയായിട്ട് ചേർക്കുന്നത്. അതിലേക്ക് മുളക് ഇത്തിരി കുറവുണ്ട്. കുറച്ചുകൂടി മുളകും പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. മുളകും പൊടി ചേർത്ത് മുളകും ഉപ്പും കുറച്ച് കൂടുതൽ വേണം. സാധാ പുളിയിലേക്കുള്ളതിനേക്കാളും കൂടുതൽ ഈ പുളിക്ക് വേണം. അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെട്ടി തിളച്ച് അതിലേക്ക് കുറച്ച് കരിവേപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മുറിച്ച് നന്നാക്കി വെച്ച ചെറിയ മത്തിയാണ്. മത്തിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നാക്കി ഒന്ന് വെട്ടി തിളപ്പിച്ച് വേവിക്കണം. ഇളക്കി മൂടി വയ്ക്കുക. മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പുളിയൊക്കെ വെന്ത് നല്ല മത്തിയിലൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മത്തി ഒന്ന് വേവിച്ചെടുക്കണം. ഈ പുളിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. നല്ല കറിയാണ്. ഈ പുളി ഇട്ടിട്ട് കറി ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റാണ് ഇരുമ്പിപ്പുളീൻ്റെ മത്തിക്കറി. നല്ല രസമാണ്. എല്ലാവരും ഒന്നത് ഉണ്ടാക്കി നോക്കണം. നല്ലോണം ഒന്ന് വേവണം. മത്തി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം പുളിയിൽ കിടന്നിട്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടുതലും കുറവൊക്കെ വേണ്ടവർ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പുളിയും മത്തിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ പുളി തന്നെ മതി നമുക്ക് ചോറിൽ കൂട്ടി കഴിക്കാൻ. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇരുമ്പിപ്പുളി ഇട്ട മത്തിക്കറി. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ചോറിൽ കൂട്ടി കഴിക്കാൻ. നല്ല രുചിയാണ്.